ഇത് അത്ഭുതകരമായിട്ടൊരു സ്ഥലമാണ് മയ്യഴി. അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യങ്ങളും അവിടുത്തെ മനുഷ്യരും. നമ്മൾ നാട് വിട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഭാഷയാണ്. അപ്പം അതിൽ ഓർമ്മകളാണ്, പഴയ തലമുറ ഓർമ്മകളിലാണ് ഈ ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ഓരോരുത്തരായിട്ട് ഇല്ലാതാകുകയാണ്. ഫ്രഞ്ച് റോഡിൽ കണ്ടാൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ, പ്രായമുള്ള ആൾക്കാർ, ഫ്രഞ്ച് സ്കൂളിൻ്റെ അവിടെ ഫ്രഞ്ച് മീഡിയം, നമ്മൾ ഫ്രഞ്ച് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ, പിന്നെ കുറേ പേര് ഇത് ഓർമ്മകളാണ്. പിന്നെ ഫ്രഞ്ചുകാരെക്കുറിച്ചുള്ള ആ ഒരു കാലത്തെക്കുറിച്ചുള്ള ഇതൊന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല എവിടെയും. ഇപ്പോൾ ആകെ നമുക്ക് കിട്ടാവുന്ന ഒന്നൊരു CH ഗംഗാധരൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അയാൾ എഴുതിയിട്ടൊരു പുസ്തകമുണ്ട് പിന്നെ മാഹിയെക്കുറിച്ച്. അതിൽ കുറേയൊക്കെ പിന്നെ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മയ്യഴിപ്പുഴ അല്ലാതെ വേറെ വിധത്തിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. അപ്പം അതിൽ ഓർമ്മകളാണ്, പഴയ തലമുറ ഓർമ്മകളിലാണ് ഈ ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ഓരോരുത്തരായിട്ട് ഇല്ലാതാകുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ മിച്ചിലോട്ട് മാധവൻ എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ കേട്ട് കാണും, മിച്ചിലോട്ട് മാധവൻ. അങ്ങനെ അയാൾ പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് മിച്ചിലോട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ. അടുത്ത കാലം വരെ വീടുണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് പൊളിച്ച് മാറ്റി. അയാളവിടെ നന്നായിട്ട് പഠിക്കുന്ന ആളായതുകൊണ്ട് മാഹിയിൽ നിന്ന് പഠിച്ചിട്ട് അയാൾ പിന്നെ ഉയർന്ന തലത്തിൽ പരീക്ഷയെല്ലാം പാസ്സായപ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്താണ് ഫ്രാൻസിൽ പഠിക്കാൻ വേണ്ടി, പാരീസിൽ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ് സോർബോൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, ഹാർവാർഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ അവിടെയാണ് ഇയാൾ പഠിക്കാൻ പോയത്, ചെറുപ്പക്കാരൻ. പക്ഷേ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പിന്നെ അവളെ പഠിക്കാൻ പോകുന്ന കാലത്താണ് രണ്ടാം ലോക മഹായുദ്ധം പുറപ്പെടുന്നത്. ഇപ്പം നാസികൾ പാരീസിനെ കീഴ്പ്പെടുത്തി. അപ്പം പിന്നെ അവിടെ ഇവരൊക്കെ ഒളിപ്പോരാളികളായിട്ട് ഹിറ്റ്ലർക്കെതിരായിട്ട് ഒളിയുദ്ധം നടത്തുമായിരുന്നു. അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ മാഹിക്കാരൻ മിച്ചിലോട്ട് മാധവനുണ്ടായിരുന്നു. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതിരോധത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു സാത്തറിനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അക്കൂട്ടത്തിലാണ് ഈ മയ്യഴിക്കാരൻ അതിൽ പിന്നെ അവരെ കൂടെ ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനത്തിൽ. പിന്നീട് അയാൾ ജീവനോടെ നാസിയിൽ പിടിക്കുകയാണ്. പിടിച്ച് അവിടെ ഒരു കോട്ടയിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്തു. പിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഈ മായിക്കാരനെ കേട്ടോ. അയാൾ ചെറുപ്പക്കാരനാണ്. പിന്നെ അയാളെ കൊന്ന അവിടെ പിന്നെ അതിൻ്റെ ഒരു സ്മാരകമുണ്ട്, അതിൽ ഇയാളുടെ പേരുണ്ട്. അത് ഭയങ്കര കേട്ടോ. പാരീസിൽ ഈ നാസികൾ കൊന്ന ആ സ്ഥലത്ത് വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട്. നല്ല ഫ്രഞ്ചുകാരാണ്, വെള്ളക്കാരുടെ പേരുകൾ. അതിൽ മിച്ചിലോട്ട് മാധവൻ എന്നുള്ള പേര് ഞാൻ പോയി കണ്ടതാണ്. നമുക്ക് അപ്പോൾ ഒരു കോരിത്തെരിപ്പുണ്ടാവും കേട്ടോ. ഈ ചെറുപ്പക്കാരൻ ഇവിടുന്ന് ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ പഠിച്ച് മിടുക്കനായി അവിടെ പോയിട്ട് ഈ നാസികൾക്കെതിരായിട്ട് ഒളിപ്പോര് നടത്തി ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് കൊല്ലപ്പെടുക. പക്ഷേ അതിൻ്റെ വലിയൊരു ദുരന്തം എന്താണെന്ന് പറയുമ്പോൾ ഇതിനെ ഇയാളെ പറ്റി ആരും പറയുന്നില്ല. ഞാനാണ് ആദ്യമായിട്ട് ഇയാളെ പറ്റി പറഞ്ഞിട്ട് പിന്നെ MA ബേബി പറയാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ ആളുകൾക്ക് അറിയുക കുറച്ച്. അപ്പോൾ അയാളെ പറ്റി ആരും പറയാത്തതിൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്നും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇല്ല, ഈ കേട്ടുകേൾവിയാണ്. അപ്പം മാഹിയിൽ ഒരു വാസൂട്ടി മാഷ് എന്ന് പറഞ്ഞ ആൾ, എൻ്റെ രാഘവട്ടൻ്റെ കൂടെയൊക്കെ മൂത്തേട്ടൻ്റെ കൂടെയൊക്കെ ആ പ്രായമുള്ള ആളായിരുന്നു. അയാൾക്ക് അസാധ്യമായിട്ടുള്ള ഓർമ്മശക്തിയുള്ളൊരു മാഷായിരുന്നു. അത്ഭുതകരമാണ് കേട്ടോ. ഞാനിങ്ങനെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഇയാൾ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ, ഈ കഥകൾ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇയാൾ മിച്ചിലോട്ട് മാധവനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഇയാളുണ്ട്. അയാളിൽ നിന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. അയാൾ മരിച്ച്. അപ്പോൾ ഇത് എവിടെയും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല ഈ മനുഷ്യൻ്റെ കഥ. നമുക്ക് കാണാവുന്നത് അപ്പോൾ നമ്മുടെ ഫ്രാൻസിൽ പോയാൽ ആ ഒരു സ്മാരകത്തിൽ ഇയാളെ പേര് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോണ്ടല്ലോ, ഇത് അത്ഭുതകരമായിട്ടൊരു സ്ഥലമാണ് മയ്യഴി. അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യങ്ങളും അവിടുത്തെ മനുഷ്യരും അതൊക്കെ ഒരു പിന്നെ വാസ്തവത്തിലൊരു വലിയൊരു നോവലിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ്. അതിന് പക്ഷേങ്കിൽ മാഹിയിൽ പുതിയ എഴുത്തുകാരുണ്ട്, പുതിയ തലമുറക്കാർ. പക്ഷേ എനിക്കത് അവരൊക്കെ ഒന്നും അതിനുള്ള ധൈര്യമില്ലാന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് പോയപ്പോൾ വല്ലാതെ തോന്നിയിരുന്നു. അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ, 21 വയസ്സായിട്ടില്ല ഞാൻ പോകുമ്പോൾ. എനിക്ക് അപ്പോഴേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയെ കാണാനുള്ള
ഉറക്കം വന്നിട്ടില്ല, അമ്മയെ കാണാത്തതുകൊണ്ട്. പിന്നെ ഞാൻ അവിടെ ജീവിച്ചതെല്ലാം ഈ ഒരു നോസ്റ്റാൾജി ആയിട്ടാണ്. എപ്പോഴും നാട്ടിനെക്കുറിച്ചുള്ള ചിന്തകൾ. നോസ്റ്റാൾജിയും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്, നമ്മൾ സർഗാത്മകതയെ. അങ്ങനെ പിന്നെ ഭാഷയുണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോകുമ്പോൾ, നമ്മൾ നാട് വിട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഭാഷയാണ്, നമ്മുടേതായ ഭാഷ. ഇപ്പം മയ്യഴിക്കാർക്കൊരു ഭാഷയുണ്ട്, വളരെ കൊളോക്കിയലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. പിന്നെ നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, അവിടെ ഒരുതരം ഈ പല ഭാഗത്തു നിന്ന് വരുന്ന, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ, അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഇടകലർന്ന്, അവർ ഇടകലരുമ്പോൾ അവരുടെ ഭാഷയും ഇടകലരും കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരിലൊരാളും തിരുവനന്തപുരത്തൊരാളും തലശ്ശേരിയിലൊരാളും സൗഹൃദം പ്രാപിക്കുമ്പോൾ അവരുടെ ഭാഷകളും സൗഹൃദം പ്രാപിക്കുകയാണ് ഇന്ന് തമ്മിൽ. അതെങ്ങനെ ഇടകലർ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ വളരെ പ്രാദേശികമായിട്ടുള്ള ഭാഷയുടെ ഒരു ഫ്ലേവർ, രുചി എന്ന് പറയുന്നത് അതില്ലാതെ പോകും. അതുകൊണ്ട് ഡൽഹിയിലുള്ള പലരും സംസാരിക്കുന്നത് ഒരുതരം കോസ്മോപൊളിറ്റൻ മലയാളമാണ്. അതായത് എല്ലാ ഭാഗത്തുള്ള ഒരുതരം ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു മലയാളമാണ്. പക്ഷെ ഞാനത് പിന്നെ അങ്ങനെ ഒരു മലയാളം ഞാനവിടെ സംസാരിക്കാറില്ല. എൻ്റെ വീട്ടിൽ പോലെ തന്നെ കുട്ടികളൊക്കെ ഓൻ ഓൾ എന്നൊക്കെ പറയാം. അവളെന്നോ അങ്ങനെയൊന്നും പറയില്ല മക്കളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് പച്ച മലയാളം പറയും, മാഹി മലയാളം. അതുകൊണ്ട് മക്കൾ അവരിപ്പോഴും ഉണ്ടല്ലോ, അവരിപ്പം വലിയ ആളുകൾ ഇപ്പോഴും അവരങ്ങനെയുള്ള മലയാളം പറയുന്നത്. അത് നമ്മുടെ ഭാഷയെ നിലനിർത്താൻ അതേ വഴിയുള്ളൂ. ഭാഷ എന്ന് പറയുന്നത് നമ്മൾ അച്ചടിച്ച ഭാഷയല്ല കേട്ടോ, അച്ചടി ഭാഷയല്ല. അതിങ്ങനെ ചെറിയ ചെറിയ സമൂഹങ്ങളിൽ, ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ആളുകൾ സംസാരിക്കുന്ന അതാണ് ഭാഷ എന്നുള്ളത്. മറ്റേത് കൃത്രിമമായിട്ടുള്ളതാണ്. ഈ ഒരു ഫ്രഞ്ച് ഭരണ പ്രദേശത്ത് ജനിച്ച് പിന്നെ ഡൽഹി പോയി, പിന്നെ ഫ്രഞ്ച് എംബസിയിൽ കൾച്ചറൽ അറ്റാഷെ ആയിട്ട് വർക്കുന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ പിന്നെ വീക്ഷണത്തിന്, മാഷയുടെ മോഡേണിസം, എഴുത്തിലെ മോഡേണിസം, അതിനെയൊക്കെ സ്വാധീനിച്ചു? തീർച്ചയായിട്ടും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകിച്ചിട്ട് അവിടെ ഞാൻ പിന്നെ വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടി. സാധാരണഗതിയിൽ നാട്ടിലുള്ളവർക്ക് കിട്ടാൻ കഴിയാത്ത ഫ്രഞ്ച് പുസ്തകങ്ങൾ, ഞാൻ ഫ്രഞ്ച് പുസ്തകങ്ങൾ വായിക്കായിരുന്നു. ഒരുപാട് എംബസിയിൽ ഒരുപാട് പുസ്തകങ്ങൾ വരും, പുതിയ പുതിയ പുസ്തകങ്ങൾ എല്ലാ മാസവും വരും, ഒരു സെലക്ഷൻ. അതൊക്കെ വായിക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരുപാട് പേരെ നേരിട്ട് പരിചയപ്പെടാനും കഴിഞ്ഞ അവിടുത്തെ ഒരുപാട്, ഇപ്പം ദരിദ്ര ഇങ്ങനെയുള്ള ആളുകളെല്ലാം നേരിട്ട് എനിക്കറിയായിരുന്നു. അവിടെ വരുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന അങ്ങനെ വലിയ വലിയ കലാകാരന്മാർ, എഴുത്തുകാർ, ചിന്തകർ, അവരായിട്ടൊക്കെ ബന്ധപ്പെടുന്നു. പിന്നെ സിനിമ കാണുന്നു. ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു ഫിലിം ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് പിന്നെ പോയി സിനിമ കാണും. അല്ല, ഈ സിനിമ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ കുറച്ച് പേരുണ്ട് അവിടെ, താല്പര്യമുള്ള ആൾക്കാർ. അപ്പം ഞങ്ങൾ തന്നെ അത് ഓടിക്കും. 16mm പടം ചെറിയ സ്ക്രീനിൽ. അപ്പം നമ്മൾ ആ ഫിലിം ലൈബ്രറി പോയിട്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങൾ എന്നിട്ട് ഏറ്റവും നല്ല പടങ്ങളാണ് കാണുന്നത്. ഗോദാറിൻ്റെ പിന്നെ അവരുടെയൊക്കെ പടങ്ങളാണ് കേട്ടോ. അത് ആ പടം കണ്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് മണിക്കൂർ ചിലവാക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തനിയും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ ചില പ്രത്യേക ഒരു ഫിലിം മേക്കറെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ പോയിരുന്നുകൊണ്ട് ഈ 16mm ഫിലിം, അതായത് പ്രൊജക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് തരും. പിന്നെ ഞാൻ കണ്ട് ആ കുറിപ്പുകളൊക്കെ എടുത്ത് അങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ 2 ദിവസം കൊണ്ട് ഒരു പടം കാണും. ഞങ്ങളൊരു 5-8 പേരുണ്ടായിരുന്നു ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ അവിടെ, സ്റ്റാഫ്. പിന്നെ അപ്പോൾ ഞങ്ങൾ അധിക ദിവസവും 2 ദിവസം കൊണ്ട് ഒരു പടം കാണും. സാറിന് ഫ്രഞ്ച് പടം ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ പടം ആ കാലത്ത്. വായിക്കുന്നത് ഫ്രഞ്ച് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ? അല്ല, ഞാൻ നേരിട്ട് ഫ്രഞ്ചിലാണ് വായിച്ചിരുന്നത്. ഫ്രഞ്ചിൽ ഞാൻ കുറേ വായന മുഴുവൻ അക്കാലത്ത് ഫ്രഞ്ചിലായിപ്പോയിരുന്നു. പിന്നീടാണ് എനിക്കതിൻ്റെ അതിനൊരു ദോഷവശം മനസ്സിലായത്. കാരണം എൻ്റെ അറിവ് മുഴുവൻ ഫ്രഞ്ച് സാഹിത്യം, അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നുള്ള അറിയാം. അമേരിക്കൻ സാഹിത്യമോ ബ്രിട്ടീഷ് സാഹിത്യമോ അത് ഞാൻ വായിക്കുന്നത് തീരെ വായിക്കാതെ പോയിരുന്നു. പിന്നീട് എനിക്കതിനെക്കുറിച്ചൊരു ബോധം വന്നു. അങ്ങനെ ഞാൻ
അവിടെ മറ്റേ അമേരിക്കൻ ലൈബ്രറിയിലും ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലും പോയിട്ട് മെമ്പറായി. അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യം വായിക്കാൻ തുടങ്ങി. അങ്ങനെ മയഴി എന്ന നോവല് അത് സാർ പിന്നീട് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് എഴുതുന്നതെങ്കിൽ ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഡിസിഷൻസ് എങ്ങനെ മാറുമായിരുന്നായിരിക്കും? മാറിപ്പോകും. ഇന്നാണെങ്കിൽ മാറും. എനിക്ക് അന്നത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണല്ലോ. അന്ന് എനിക്ക് 25 വയസ്സുള്ളപ്പോൾ ഉള്ള ഒരു അന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദാസനായിരിക്കില്ല ഇന്നുണ്ടാകുക. ഇന്നിപ്പോൾ എനിക്കും പ്രായമായി. അപ്പം ഒരുപക്ഷെ ഇപ്പോഴാണ് അതെന്നെങ്കിൽ ദാസൻ പ്രായമുള്ള ഒരാളായിരിക്കും, ചെറുപ്പക്കാരായിരിക്കില്ല കേട്ടോ. അത് നമ്മുടെ പ്രായം ഒരു ഘടകമാണ് കേട്ടോ. നമ്മൾ ഈ പ്രായത്തിനനുസരിച്ചാണ് നമ്മുടെ ഭാവനയിൽ വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ജനിക്കുന്ന അധിക കഥാപാത്രങ്ങളും പ്രായമുള്ളവരാണ്. ഇപ്പം നിങ്ങൾ എന്നുള്ള നോവൽ നോക്കൂ, അതിലെ കഥാനായകൻ 70 വയസ്സുള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രായമുള്ള ഒരു കഥാനായകനെ സൃഷ്ടിക്കുന്നത്. അതിനുള്ള കാരണം എനിക്ക് അയാളെക്കാളും പ്രായമുണ്ടെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അന്ന് ഞാൻ ദാസനെ സൃഷ്ടിക്കുമ്പോൾ എനിക്ക് 25 വയസ്സായതുകൊണ്ട് ദാസന് ശേഷം അത്രയേ പ്രായമുള്ളൂ. ആ കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. പിന്നെ ലോകവും മാറുന്നുണ്ടല്ലോ. ലോകം മാറിയില്ല ഒരുപാട്. ഇപ്പം 60 70 ലോകമല്ലല്ലോ ഇന്നല്ലോ. കേരളം പോലും എത്രമാത്രം മാറിയല്ലോ. അപ്പോൾ മാറ്റം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നിങ്ങളെന്നുള്ള വർക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കാം, ഒരുപക്ഷെ എഴുത്തിൽ തീരെ ഉപയോഗിക്കാത്തൊരു പുതിയ രീതിയാണ് ഞങ്ങൾ അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ. നിങ്ങളിലാണ് ആദ്യമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അത് എനിക്കൊന്ന് ഒരുപക്ഷെ വേൾഡ് ലിറ്ററേച്ചറിൽ തന്നെ അങ്ങനെ ഒരു എന്താ അഭിമുഖീകരിച്ച് വരുന്ന ഒരു കഥാപാത്രം വരുന്ന ആദ്യമായിട്ടായിരിക്കും. അതെങ്ങനെയാണ് അങ്ങനെ ഒരു പുതിയ അത് ഞാൻ ഇങ്ങനെ എന്ത് എഴുതുമ്പോഴും വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ ശ്രമിക്കും. അവനവനെ തന്നെ അനുകരിക്കുന്നത് അപകടമാണ്. അതുകൊണ്ടാണ് എഴുതുന്ന ഓരോ പുസ്തകത്തിനും വ്യത്യസ്തമായിട്ടുള്ള, ഓരോ നോവലും വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാന ശൈലിയാണ്. അപ്പോൾ ഈ ഒരു ദയാവധം എന്നുള്ള ആ ഒരു വിഷയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ, പിന്നെ അതൊരു നോവലായിട്ട് വളർന്നപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പുതിയ രീതിയിൽ പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഐഡിയ വരുന്നത്, നിങ്ങൾ എന്നുള്ളത്. പക്ഷെ അങ്ങനെ വേറെ വല്ലവരും അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി. പക്ഷേ കുറേ ഞാൻ അന്വേഷിച്ചു. അപ്പം ആരും അങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ എൻ്റെ അറിവിൽ. ഇനി മറ്റു വല്ലവരും അങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല, നമുക്കത്. പക്ഷെ അത് വലിയൊരു റിസ്ക്കാണ് ഞാൻ എടുത്തത്. അത് എനിക്ക് ആദ്യം ഭയമുണ്ടായിരുന്നത് എങ്ങനെയാണ് വായനക്കാരത് ഏറ്റെടുക്കുന്നത്. പക്ഷേ നേരെ മറിച്ചാണ്, വായനക്കാർക്ക് സന്തോഷമാണ്. ഇത് ഓരോ വായനക്കാരനും അയാൾ തന്നെയാണ് കഥാനായകൻ സങ്കല്പിക്കാൻ അത് പ്രേരിപ്പിച്ച്. കാരണം വായിക്കുമ്പോൾ നിങ്ങൾ എന്നല്ലേ പറഞ്ഞത്. അപ്പം കഥാനായകൻ ഒരുപാട് കഥാനായകന്മാരുണ്ടായി, അല്ലെങ്കിൽ ഒരാളേ ഉണ്ടാവുള്ളൂ. ഞാൻ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ വായനക്കാരനും കഥാനായകനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരവധി കഥാനായകന്മാരുണ്ടായി. പക്ഷേ അത് നമ്മുടെ എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്, വളരെയുണ്ട്. പിന്നെ ആവർത്തനം വരാൻ ഭയങ്കര സാധ്യതയുണ്ട്. നിങ്ങൾ എന്ന് പറയണ്ടേ നമ്മൾ കേട്ടോ. അയാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് അയാളുടെ പേരും പറയാം. അയാൾ എന്ന് പറഞ്ഞൊരു കഥ തുടങ്ങുമ്പോൾ അയാൾ എന്ന് പറഞ്ഞ് അയാളുടെ പിന്നെ പേര് പറയാം. അങ്ങനെ. പക്ഷെ ഇതിൽ ആ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് കഥ തുടരണം. അപ്പോൾ എനിക്കൊരു വലിയൊരു ഭയമായിരുന്നു അത്. ഈ ആവർത്തനം നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പിന്നെ കഴിയുന്നത്ര ഞാനത് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആ പ്രയോഗം ആവശ്യത്തിൽ മാത്രം കൊണ്ടുവരിക. എന്നാലും ഒരു റിസ്ക്കായിരുന്നു. പക്ഷേ എഴുതി വന്നപ്പോൾ പിന്നെ ആളുകൾ സ്വീകരിച്ചത്. അതെപ്പോഴും നമ്മൾ എഴുതുമ്പോൾ റിസ്ക് ഉണ്ട്. അത് പുതിയ മട്ടിൽ എഴുതുമ്പോൾ സേഫ് എന്നുള്ളത് പഴയ മട്ടിലായിരുന്നേ, അതിൽ റിസ്ക് ഇല്ല. എങ്ങനെയാണ് ഈ എഴുത്തുകാരനും കഥാപാത്രവും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആയിട്ടാണോ തുടങ്ങുന്നത്? അല്ല, ഞാനിങ്ങനെ വർക്കിന്റെ കാര്യമല്ല ചോദിച്ചത്. താങ്കൾ അത് എഴുതി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് മനസ്സിൽ കഥാപാത്രത്തോട് പരസ്പരം സമ്മതിക്കുന്നു എന്ന മട്ടിലാണ്? അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ കഥ പറയുന്ന പോലെ. നിങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്, അയാളുടെ കഥയല്ല. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സണാണ് ഞാൻ എൻ്റെ കഥയാണല്ലോ പറയുന്നത്. അത് നിങ്ങളുടെ കഥ ഞാൻ പറയുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ആഖ്യാനം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നത്. ഏതെങ്കിലും സ്റ്റേജിൽ ഈ നിങ്ങൾ എന്നുള്ള മാറ്റിയിട്ട് അയാളിലേക്ക് പോകാനോ അല്ലെങ്കിൽ അത്
അത് വരാനോ അല്ല അത് പിന്നെ ഞാൻ അറിയാതെ എങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് പല സ്ഥലത്തും. പിന്നെ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴാണ് കാണുന്നത് പല സ്ഥലത്തും നിങ്ങൾ അയാളായി പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 19 വർഷം വരെ ശീലിച്ചല്ലേ അയാളെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള എഴുത്തുണ്ടല്ലോ, അത് അറിയാതെ വന്നു പോകുന്നതാണ്. പിന്നീട് ഞാനത് രണ്ടാമതും വായിച്ച് എഡിറ്റിങ്ങിലൊക്കെ നടത്തുമ്പോൾ പല സ്ഥലത്തും ഞാൻ അറിയാതെ നിങ്ങൾ അയാളായി പോയിരുന്നു. അങ്ങനെ അതൊക്കെ തിരുത്തി.